ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാം സുഖം എല്ലാവർക്കും. നമ്മൾ കായട ഉണ്ടാക്കിയായിരുന്നു. കായട ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം വേണ്ടി വെച്ചാൽ മൂന്ന് പഴം ചെറിയ പീസാക്കി നമുക്ക് നല്ലോണം വേവിക്കാൻ വെക്കാം. പുഴുങ്ങിയെടുക്കണം പഴം. അപ്പോഴത്തേനും ഒരു ബോളിലേക്ക് മൂന്ന് മുട്ടയിലേക്ക് 2 സ്പൂൺ പഞ്ചസാര. ആ പഞ്ചസാര നല്ലോണം മുട്ടയും പഞ്ചസാരയും കൂടി നല്ലോണം മിക്സായി കൊടുക്കണം. നല്ലോണം ഇളക്കിയതിന് ശേഷം നല്ല മിക്സ് ആയതിന് ശേഷം നമുക്ക് ഗ്യാസിൽ ഒരു പാൻ വെക്കാം. പാനിലേക്ക് 6 kg ഒഴിച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ച മുട്ട ഒഴിച്ചതിന് ശേഷം ആ സ്പൂണ് എടുക്കരുത് കേട്ടോ. എടുക്കാണ്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പാനിലാകെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കത് എന്താ പറയുക, മുട്ട പണ്ടായി കിട്ടില്ല. ഓംപ്ലേറ്റ് പോലെ അതിലിങ്ങനെ നിൽക്കും. അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമുക്കത് പഴത്തിൻ്റെ ഉള്ളിൽ വെക്കേണ്ടതല്ലേ. അപ്പം നല്ലവണ്ണം എന്താക്കണം, എടുക്കാതെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അത് മധുരമായതുകൊണ്ട് വേഗം അടിക്ക് പിടിക്കും, കരിഞ്ഞു പോകും. അപ്പോൾ കരിയാണ്ട് നിൽക്കണ്ടെങ്കിൽ നമ്മൾ എടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ പഴം ആയിക്കൊണ്ടിരിക്കുന്നത് പഴമായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഴം നല്ലോണം ഇങ്ങനെ തോല് കളഞ്ഞിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഉടച്ചതിന് ശേഷം കൈയോട് ഇങ്ങനെ കുഴച്ച് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ ബോളാക്കി വെക്കാം. ചെറിയ ബോളാക്കണം എന്നില്ല, എന്നാലും ചെറിയ ബോളാക്കി നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബോളാക്കി വെക്കുന്നത്. ബോളാക്കിയതിന് ശേഷം നമുക്ക് എന്താക്കാം, ഈ പണ്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പണ്ട നമുക്ക് മാറ്റാം. ഈ മുട്ടപ്പണ്ടം തന്നെ വേണമെന്നില്ല കേട്ടോ. ചില നാട്ടിൽ ഓരോ രീതിയിലാണ്. ചിലവർ തേങ്ങനെ കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ട്, ചിലവർ മുട്ടനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാം മുട്ടയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് മുട്ട ആക്കിയത്. ചിലർക്ക് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ തേങ്ങ ചിരണ്ടതിന് ശേഷം പഞ്ചസാര ഇതേപോലെ ആക്കിയിട്ട് നല്ലോണം വറുത്തെടുത്ത് നല്ല പണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളിപ്പം ഈ പഴത്തിൻ്റെ ഉള്ളിൽ വെക്കുന്നത് പോലെ തന്നെ മുട്ട വെക്കുന്നതിന് പകരം തേങ്ങ പണ്ടം വെക്കാവുന്നതാണ്. മുട്ടയാണ് ഒന്നും കൂടി ടേസ്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ മുട്ട എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയ ബോളാക്കി വെച്ചതിന് ശേഷം ആ ബോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിരലിടാം. എന്നിട്ട് അത് നല്ലോണം ഇതേപോലെ ആക്കിയ തൊപ്പി രൂപത്തിലാക്കാം. ഇതേപോലെ അല്ലാണ്ട് കയ്യിൽ വെച്ച് പരത്തി എടുക്കുന്നവരുണ്ട്. ഞാനിങ്ങനെയാണ് ആക്കാറ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പണ്ടം ആഡ് ചെയ്യാം. പണ്ടം ആഡ് ചെയ്തതിന് ശേഷം അത് ഇതേപോലെ ആക്കിയിട്ട് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഇതേപോലെ കായടൻ്റെ രൂപത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അല്ലാണ്ടും ചില ആൾക്കാർ പരത്തിയിട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ട്. കായട എന്ന് പറയുമ്പോൾ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ പണ്ടം വെച്ചിട്ട് മടക്കി കൊടുത്തിട്ട് അങ്ങനെയും ആക്കുന്നവരുണ്ട്. ഓരോരാളും ഓരോ രൂപത്തിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിന്. കായട എന്ന് പറയുന്നവരുണ്ട്, ഉന്നക്കായ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാം. നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച്, കുറച്ച് ഓയിലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ ചൂടാണ്, നല്ലോണം തിളച്ച് വരണം. എണ്ണ തിളച്ചാൽ നമുക്കിതിടാം. ഇത് കൊടുത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് മധുരമായതുകൊണ്ടേ കരിഞ്ഞു പോവും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിത് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എടുത്താൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയാൽ ഉള്ളു വേവില്ല, പുറം മാത്രം കരിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളും പുറമെല്ലാം ഒരേപോലെ വേവണം, എന്നെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ ഏകദേശം നമ്മളെ കായട ആയി, നല്ലൊരു ബ്രൗൺ കളറായി. നമുക്കിത് കോരിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്നാക്സാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം മുട്ട ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. തേങ്ങ പോലെ അല്ല. കുട്ടികൾക്ക് തേങ്ങ ആകുമ്പം കടിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഇതാകുമ്പോൾ നല്ല രസത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് നമ്മളെ കായട.